നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയെല്ലാം നല്ല കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. വെറും ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത്. അതേപോലെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു കറുപ്പ് നിറം നമ്മുടെ മുടിയിലും കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ കാപ്പിപ്പൊടിയും നമുക്ക് എടുക്കാവുന്നതാണ്. എക്സ്പയറി ഡേറ്റും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത്. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം നീലാമ്പരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. വളരെ ചെറുപ്പത്തിൽ തന്നെ 1-2 നരയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ഇതേപോലെ കുറച്ച് കാപ്പിപ്പൊടിയും അതേപോലെ തന്നെ നീലാമ്പരിപ്പൊടിയും 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കുന്നത് തടയുവാനായിട്ടും മുടി വളരുവാനായിട്ടും അത് സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ നരച്ച മുടിയിലേക്കുള്ള ഹെയർ ഡേ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കാപ്പിപ്പൊടിയുടെയും നീലാമരിപ്പൊടിയുടെയും ഒക്കെ കളർ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഈ ചട്ടിയിലെ ചൂട് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇതിപ്പോൾ 5 രൂപയുടെ കോഫി പൗഡറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ എടുത്താലും മതി. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പലരും പല രീതിയിലാണ് ഹെയർ ഡേ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമ്മുടെ മുടിയിൽ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് നമ്മുടെ മുടിയിൽ നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 2 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ചേർക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചിപ്പൊടി ഇല്ലെങ്കിൽ മൈലാഞ്ചിയില നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അതേപോലെ മൈലാഞ്ചിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ മൈലാഞ്ചിപ്പൊടി തന്നെ എടുക്കണം. അതായത് അധികം കെമിക്കൽ ചേർക്കാത്ത മൈലാഞ്ചിപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതായത് ഈ ചട്ടിയിലെ ചൂട് ആറിയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചട്ടിയിലെ ചൂടെല്ലാം നല്ലതുപോലെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.